നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇന്ന് തിരുവനന്തപുരം ജില്ലയെക്കുറിച്ചാണ് സംസാരിക്കാനുള്ളത്. തിരുവനന്തപുരം ജില്ലയിൽ ആകെ 14 മണ്ഡലങ്ങളാണുള്ളത്. ഈ 14 മണ്ഡലങ്ങൾ സംസ്ഥാന നിയമസഭ ആര് ഭരിക്കണമെന്ന് കേരളം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നതിൽ നിർണായകമായ 14 മണ്ഡലങ്ങളാണ്. പ്രത്യേകിച്ചും BJPക്ക് വളരെയധികം വോട്ട് ഷെയർ ഉള്ള ഒരു ജില്ല കൂടിയാണ് തിരുവനന്തപുരം. ആ നിലക്ക് നോക്കുമ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ UDFിനുണ്ടായ വലിയ ക്ഷീണവും BJPക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സീറ്റ് പിടിക്കാൻ കഴിയാത്തതുമൊക്കെ വലിയ വിഷയമായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ BJP വിജയപ്രതീക്ഷ വെച്ച് പുലർത്തുന്ന സീറ്റുകളിൽ ചിലതുള്ളത് തിരുവനന്തപുരത്താണ്. അതുകൊണ്ട് തന്നെ BJP രണ്ടാം സ്ഥാനത്തുള്ള നിരവധി മണ്ഡലങ്ങളുള്ള ഒരു ജില്ല എന്നുള്ള നിലക്കും തിരുവനന്തപുരം ശ്രദ്ധാകേന്ദ്രമാവുകയാണ്. ഏതായാലും തിരുവനന്തപുരം ജില്ലയിലെ 14 മണ്ഡലങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ LDFന് വ്യക്തമായ മേൽക്കോയ്മ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ അതിൽ നിന്നും വിഭിന്നമായ എന്തെങ്കിലും സാധ്യതകൾ ഉണ്ടെങ്കിൽ അത് കൂടുതൽ പ്രയോജനകരമാവുക BJPക്കാണ്, മറ്റൊന്ന് UDFനും. UDF എത്രത്തോളം ഇതിൽ സീറ്റുകൾ പിടിക്കുന്നു എന്നതിനനുസരിച്ചായിരിക്കും സംസ്ഥാന രാഷ്ട്രീയത്തിൽ UDFനുള്ള അധികാരം കിട്ടുമോ എന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കുക. ഏതായാലും തിരുവനന്തപുരം ജില്ലയിലെ 14 മണ്ഡലങ്ങളെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ആദ്യമായി വർക്കല. UDFന് വേണ്ടി വർക്കല കഹാർദാർ തന്നെയാണ്. LDFന് വേണ്ടി അഡ്വക്കേറ്റ് V ജോയ്, NDAക്ക് വേണ്ടി അഡ്വക്കേറ്റ് സ്മിത സുന്ദരേശൻ. 2021 തെരഞ്ഞെടുപ്പിൽ CPMന്റെ V ജോയ് നേടിയത് 68,816 വോട്ടാണ്. അന്ന് കോൺഗ്രസിന്റെ അഡ്വക്കേറ്റ് BRM ഷഫീർ 50,000 ജില്ലാന വോട്ടാണ് നേടിയത്. BDJSന് 11,000 ജില്ലാന വോട്ടാണ്. ഇത്തവണ BJPയാണ് മത്സരത്തിൽ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ അഡ്വക്കേറ്റ് V ജോയിയുടെ ഭൂരിപക്ഷം 17,821 വോട്ടിൻ്റെതാണ്. അഥവാ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ വിജയിയെ തന്നെ CPM നിലനിർത്തിയിരിക്കുന്നു എന്നതാണ്. വർക്കല കഹാറിലൂടെ മണ്ഡലം തിരിച്ചു പിടിക്കാമെന്നാണ് UDFന്റെ പ്രതീക്ഷ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ LDF ഭൂരിപക്ഷം 17,000 ജില്ലാനം. 2016 V ജോയ് വിജയിച്ചത് 2,386 വോട്ടിനാണ്. അന്ന് കോൺഗ്രസിന്റെ വർക്കല കഹാർ തന്നെയായിരുന്നു സ്ഥാനാർത്ഥി. ഇനി 2011 വന്നാൽ അന്ന് വർക്കല കഹാർ വിജയിച്ച മണ്ഡലമാണ്. അന്നത്തെ വർക്കല കഹാറിന്റെ ഭൂരിപക്ഷം 16,710. അഥവാ 2010 UDFനൊപ്പവും 2016 21 LDFനൊപ്പവും നിന്ന മണ്ഡലമാണ്. ഇത്തവണ വർക്കല കഹാറിലൂടെ തിരിച്ചു പിടിക്കാമെന്നുള്ള വലിയ പ്രതീക്ഷയാണ്. പക്ഷേ ശ്രമകരമായ ദൗത്യമാണ് UDFനെ സംബന്ധിച്ചിടത്തോളം. ഇനി ആറ്റിങ്ങൽ മണ്ഡലത്തെ കുറിച്ചാണ്. UDFന് വേണ്ടി സന്തോഷ് ഭദ്രൻ, LDFന് വേണ്ടി OS അംബിക, NDAക്ക് വേണ്ടി അഡ്വക്കേറ്റ് P സുധീർ. 2021 തെരഞ്ഞെടുപ്പ് പരിശോധിക്കുമ്പോൾ OS അംബിക നേടിയത് 69,898 വോട്ട്. BJPയുടെ P സുധീറാണ് രണ്ടാം സ്ഥാനത്തെത്തിയത്. BJP രണ്ടാം സ്ഥാനത്തുള്ള മണ്ഡലമാണ്. 38,262 വോട്ടാണ് P സുധീർ നേടിയത്. RSPക്ക് 36,000 ജില്ലാനം വോട്ടാണ് നേടിയത്. മൂന്നാം സ്ഥാനത്തായിരുന്നു. അപ്പോൾ ഇത്തവണ കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം 31,636 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് CPMന്റെ OS അംബിക ഈ മണ്ഡലത്തിൽ വിജയിച്ചത്. 2016 ആറ്റിങ്ങൽ മണ്ഡലത്തിൽ വിജയിച്ചത് B സത്യൻ എന്ന CPM സ്ഥാനാർത്ഥിയാണ്. അന്നത്തെ ഭൂരിപക്ഷം 40,000 മുകളിൽ. 2011 B സത്യൻ വിജയിച്ചത് CPM സ്ഥാനാർത്ഥി 30,000 മുകളിൽ. അപ്പോൾ ഒരു സംശയവുമില്ല, ആറ്റിങ്ങൽ മണ്ഡലത്തെക്കുറിച്ച് മറ്റൊരു സാധ്യതകളുമില്ല. LDFന്റെ ഉറച്ച സീറ്റാണ് ആറ്റിങ്ങൽ. ചിറയൻകീഴ് മണ്ഡലം. CPIക്ക് വേണ്ടി മനോജ് B എടവണ്ണ, കോൺഗ്രസിന് വേണ്ടി രമ്യ ഹരിദാസ് ആണ് ഇത്തവണ മത്സരിക്കുന്നത്. BJPക്ക് വേണ്ടി BS അനൂപ്. 2021 തെരഞ്ഞെടുപ്പിൽ CPIയുടെ V ശശിയാണ് വിജയിച്ചത്. അന്ന് ശശി നേടിയത് 62,634 വോട്ട്. അന്ന് കോൺഗ്രസിന്റെ BS അനൂപ് നേടിയത് 48,619 വോട്ട്. BJPക്ക് 30,000 കൂടുതൽ വോട്ടുണ്ട്. കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം എന്നുള്ളത് 14,017 വോട്ടിൻ്റെതാണ് ചിറയൻകീഴ് മണ്ഡലത്തിൽ CPI സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം. 2016 CPI സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം എന്നുള്ളത് 14,322 വോട്ടിൻ്റെതാണ്. 2011 CPI സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം 12,225 വോട്ടിൻ്റെതാണ്. ചിറയൻകീഴ് മണ്ഡലത്തെ പറ്റിയും മറ്റൊരു സാധ്യതകൾ കാണുന്നില്ല. CPI മണ്ഡലം നിലനിർത്താനാണ് സാധ്യത. രമ്യ ഹരിദാസ് ഇത്തവണ വിജയിക്കില്ല എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ഇനി നെടുമങ്ങാട് മണ്ഡലം. മീനക്കൽ കുമാറാണ് UDF സ്ഥാനാർത്ഥി. LDF സ്ഥാനാർത്ഥിയായി GR അനിൽ, NDAക്ക് വേണ്ടി യുവരാജ് ഗോകുൽ.
SDPIക്കും സ്ഥാനാർത്ഥിയുണ്ട്. 2021 തെരഞ്ഞെടുപ്പിൽ CPIയുടെ GR അനിൽ മണ്ഡലത്തിൽ വിജയിച്ചത് 72,742 വോട്ട് നേടിയാണ്. അന്ന് കോൺഗ്രസിന്റെ PS പ്രശാന്തിനെയാണ് പരാജയപ്പെടുത്തിയത്. പ്രശാന്ത് നേടിയത് 49,433 വോട്ട്. BJPക്ക് 26,000 ചില്ലാനം വോട്ടും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ തവണത്തെ CPI സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം 23,309 വോട്ട്. 2016 C ദിവാകരൻ CPMന് വേണ്ടി വിജയിച്ചപ്പോൾ അന്നത്തെ ഭൂരിപക്ഷം 3,621. 2011 പാലോട് രവിയാണ് കോൺഗ്രസിന് വിജയിച്ചത്. അന്ന് പാലോട് രവിയുടെ ഭൂരിപക്ഷം 5,030. ഇപ്പോൾ 2011 കോൺഗ്രസിന്റെ കൂടെ നിന്ന മണ്ഡലമാണ് 5,000 ഭൂരിപക്ഷത്തിന് വിജയിക്കാനായി. പക്ഷേ 2021 എത്തുമ്പോൾ കോൺഗ്രസ് പരാജയപ്പെടുന്നത് 23,000 വോട്ടിനാണ്. അപ്പോൾ ഇത്തവണ കോൺഗ്രസിന്റെ ഒരു തിരിച്ചുവരവ് ഉണ്ടാവുമോ എന്നുള്ള ചോദ്യമാണ് അവിടെ പ്രസക്തമാവുന്നത്. ഏതായാലും ശ്രമകരമായ ദൗത്യമാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിന് വിജയിക്കുക എന്നുള്ളത്. ഇനി വാമനപുരം മണ്ഡലത്തെക്കുറിച്ചാണ്. വാമനപുരം മണ്ഡലം DK മുരളി തന്നെയാണ്, സിറ്റിംഗ് MLA തന്നെയാണ് CPM സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. 2021 തെരഞ്ഞെടുപ്പ് പരിശോധിക്കുമ്പോൾ അന്ന് DK മുരളി നേടിയത് 73,137 വോട്ടാണ്. അന്ന് ആനന്ദ് ജയനാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്നത്. 62,000 ചില്ലാനം വോട്ട് അദ്ദേഹം നേടി. BDJSന് 5,000 മുകളിൽ വോട്ടിൽ മാത്രമാണ് കിട്ടിയത്. SDPIക്ക് 2,000 ചില്ലാനം വോട്ടും മണ്ഡലത്തിലുണ്ട്. അപ്പോൾ കഴിഞ്ഞ തവണ അദ്ദേഹം വിജയിച്ചത്, DK മുരളി വിജയിച്ചത് 11,000 ചില്ലാനം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ്. അപ്പോൾ നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ UDFന് വേണ്ടി മുഹമ്മദ് സുധീർ ഷായാണ് ഈ തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. 2016 തെരഞ്ഞെടുപ്പിൽ DK മുരളി വിജയിച്ചത് കോൺഗ്രസിന്റെ ശരത് ചന്ദ്ര പ്രസാദിനെ പരാജയപ്പെടുത്തിയത് 10,000-നടുത്ത് വോട്ടിലാണ്. 2011 കോലിക്കോട് N കൃഷ്ണൻ നായർ അന്ന് കോൺഗ്രസിന്റെ C മോഹനചന്ദ്രനെ പരാജയപ്പെടുത്തി. അന്നത്തെ ഭൂരിപക്ഷം 2,236 വോട്ടിനാണ്. അപ്പോൾ 2011 നേരിയ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന മണ്ഡലം 16-ലും 21-ലും CPM നിലനിർത്തുന്നതാണ് കണ്ടത്. ഇത്തവണയും വലിയ പ്രതീക്ഷയോട് തന്നെയാണ് CPM മണ്ഡലത്തെ കാണുന്നത്. ഇനി BJP വലിയ പ്രതീക്ഷകൾ വെച്ച് പുലർത്തുന്ന കഴക്കൂട്ടം മണ്ഡലത്തെക്കുറിച്ചാണ്. കഴക്കൂട്ടം മണ്ഡലത്തിൽ V മുരളീധരൻ തന്നെയാണ് BJP രംഗത്തിറക്കുന്നത്. CPMന്റെ കടകംപള്ളി സുരേന്ദ്രനെ നേരിടാൻ വേണ്ടി കോൺഗ്രസിന്റെ വേണ്ടി ശരത് ചന്ദ്ര പ്രസാദാണ് സ്ഥാനാർത്ഥിയായിരിക്കുന്നത്. 2021 തെരഞ്ഞെടുപ്പിൽ കടകംപള്ളി സുരേന്ദ്രൻ നേടിയത് 63,690 വോട്ട്. BJPയുടെ ശോഭാ സുരേന്ദ്രനാണെന്ന് മത്സരിച്ചത്. 40,000 ചില്ലാനം വോട്ട് നേടി. കോൺഗ്രസിന് 33,000 ചില്ലാനം വോട്ടാണ് ലഭിച്ചത്. അഥവാ BJP രണ്ടാം സ്ഥാനത്തുള്ള മണ്ഡലമാണ് കഴക്കൂട്ടം. ഈ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണത്തെ കടകംപള്ളി സുരേന്ദ്രന്റെ ഭൂരിപക്ഷം 23,497. 2016 തെരഞ്ഞെടുപ്പിൽ കടകംപള്ളി സുരേന്ദ്രൻ ഈ മണ്ഡലത്തിൽ വിജയിച്ചത് 7,347 വോട്ടിനാണ്. അന്ന് BJPയുടെ V മുരളീധരനായിരുന്നു രണ്ടാം സ്ഥാനത്ത്. 2011 തെരഞ്ഞെടുപ്പിൽ MA വഹീദ് കോൺഗ്രസിന് വേണ്ടി വിജയിച്ച മണ്ഡലമാണ്. അഥവാ 2011 കോൺഗ്രസ് വിജയിച്ച മണ്ഡലം 16-ൽ CPM പിടിച്ചെടുക്കുന്നു, 21-ലും CPM തന്നെ വിജയിക്കുന്നു. പക്ഷേ 2 തവണയും കോൺഗ്രസ് 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുന്നു. അവിടെ BJP കടന്നു വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ 2011 കോൺഗ്രസിന്റെ ഭൂരിപക്ഷം 2,196 വോട്ടിൻ്റെതാണ്. പക്ഷേ നിലവിലുള്ള സാഹചര്യത്തിൽ കോൺഗ്രസിന് ഒരു തിരിച്ചുവരവ് അസാധ്യമായ സാഹചര്യമാണുള്ളത്. CPMന് തന്നെയാണ് വിജയപ്രതീക്ഷ. BJPക്ക് മണ്ഡലം പിടിച്ചെടുക്കാൻ കഴിയില്ല എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. വട്ടിയൂർക്കാവ് മണ്ഡലത്തെക്കുറിച്ചാണ്. ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്നു. കോൺഗ്രസിന് വേണ്ടി K മുരളീധരൻ, അവരുടെ സമുന്നതനായ നേതാവ് K മുരളീധരൻ തന്നെ അദ്ദേഹത്തിന്റെ പഴയ തട്ടകത്തിലേക്ക് തിരിച്ചു വരുന്നു. CPMന് വേണ്ടി സിറ്റിംഗ് MLA VK പ്രശാന്ത്, BJPക്ക് വേണ്ടി R ശ്രീലേഖ. 2021 തെരഞ്ഞെടുപ്പിൽ VK പ്രശാന്ത് നേടിയത് 61,111 വോട്ടാണ്. അന്ന് BJPയുടെ VV രാജേഷ് 39,596 വോട്ടാണ് നേടിയത്. BJP രണ്ടാം സ്ഥാനത്തുള്ള മണ്ഡലമാണെന്ന് ചുരുക്കം. കോൺഗ്രസിന്റെ വീണ S നായർ നേടിയത് 35,655 വോട്ടാണ്. അപ്പോൾ കഴിഞ്ഞ തവണത്തെ CPM സ്ഥാനാർത്ഥി VK പ്രശാന്തിന്റെ ഭൂരിപക്ഷം 21,515 വോട്ട്. 2019 ബൈ ഇലക്ഷനിലാണ് VK പ്രശാന്ത് ആദ്യമായി മണ്ഡലത്തിൽ തെരഞ്ഞെടുക്കപ്പെടുന്നത്. അന്ന് VK പ്രശാന്തിന്റെ ഭൂരിപക്ഷം 14,465 വോട്ട്. അന്ന് കോൺഗ്രസ് ആയിരുന്നു രണ്ടാം സ്ഥാനത്ത്. 2016 K മുരളീധരൻ വിജയിച്ച മണ്ഡലം, CPM തരംഗമുണ്ടായ തെരഞ്ഞെടുപ്പിൽ പോലും K മുരളീധരൻ വിജയിച്ച മണ്ഡലം. അന്ന് K മുരളീധരൻ നേടിയത് 51,000 കൂടുതൽ വോട്ടാണ്. കുമ്മനം രാജശേഖരനെയാണ്. അന്ന് രണ്ടാം സ്ഥാനത്ത് BJP ആയിരുന്നു. കുമ്മനം രാജശേഖരനെ K മുരളീധരൻ പരാജയപ്പെടുത്തി
അന്നത്തെ ഭൂരിപക്ഷം എന്നുള്ളത് 7622. 2011 തെരഞ്ഞെടുപ്പിൽ കെ മുരളീധരൻ തന്നെ വിജയിച്ച മണ്ഡലം, അന്നത്തെ മുരളീധരന്റെ ഭൂരിപക്ഷം 16,167. അപ്പോൾ 2011-ലും 16-ലും UDFന്റെ കൂടെ നിന്ന മണ്ഡലം പിന്നീട് LDF തിരിച്ചു പിടിക്കുകയായിരുന്നു. നിലവിലുള്ള സാഹചര്യത്തിൽ ഇഞ്ചോടിഞ്ച് മത്സരമാണ് VK പ്രശാന്തും കെ മുരളീധരനും തമ്മിൽ. പക്ഷേ നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ ചെറിയൊരു മേൽക്കൊയ്മ വേണമെങ്കിൽ കെ മുരളീധരന് കൊടുക്കാവുന്നതാണ്. തിരുവനന്തപുരം ജില്ലയിലെ തിരുവനന്തപുരം മണ്ഡലത്തെക്കുറിച്ച് CMP സ്ഥാനാർത്ഥിയായി CP ജോൺ, LDFന് വേണ്ടി സുധീർ കരമന, BJPക്ക് വേണ്ടി കരമന ജയൻ, AAPക്കും സ്ഥാനാർത്ഥിയുണ്ട്. 2021 തെരഞ്ഞെടുപ്പിൽ അഡ്വക്കേറ്റ് ആന്റണി രാജു അന്ന് LDFന് വേണ്ടി നേടിയത് 48,748 വോട്ട്. അന്ന് കോൺഗ്രസിന്റെ VS ശിവകുമാർ ആയിരുന്നു രണ്ടാം സ്ഥാനത്ത്, 41,000 ചില്ലാനം വോട്ട്. BJPയുടെ V കൃഷ്ണകുമാർ G 34,996 വോട്ട് നേടി. കഴിഞ്ഞ തവണത്തെ LDF സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം 7,089 വോട്ട്. ഇത്തവണ ആ സീറ്റിൽ സുധീർ കരമനയെയാണ് LDF മത്സരിപ്പിക്കുന്നത്. 2016 തെരഞ്ഞെടുപ്പിൽ VS ശിവകുമാർ കോൺഗ്രസിന് വേണ്ടി വിജയിച്ച മണ്ഡലം, അന്ന് ശിവകുമാർ വിജയിച്ചത് 10,000 ചില്ലാനം വോട്ടിനാണ്. 2011 VS ശിവകുമാർ തന്നെ വിജയിച്ച മണ്ഡലം 5,000 ചില്ലാനം വോട്ടിനാണ്. അപ്പോൾ 2011-ലും 16-ലും കോൺഗ്രസിന്റെ കൂടെ നിന്ന മണ്ഡലം 21-ലാണ് LDF പിടിച്ചെടുക്കുന്നത്. ഇത്തവണയും ശക്തമായ മത്സരമാണ്. എങ്കിലും കഴിഞ്ഞ 2011-ലെയും 16-ലെയും ചരിത്രം ആവർത്തിക്കാമെന്നാണ് കോൺഗ്രസിന്റെ UDFന്റെയും കണക്കുകൂട്ടൽ. ഇനി നേമം മണ്ഡലത്തെ കുറിച്ചാണ്. നേമം മണ്ഡലം BJPക്ക് ആദ്യമായിട്ടൊരു MLA കൊടുത്ത മണ്ഡലമാണ്. ഇത്തവണ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ തന്നെ മത്സരത്തിന് ഇറങ്ങുന്നു. മന്ത്രി കൂടിയായ V ശിവൻകുട്ടിയെ നേരിടാൻ K ശബരിനാഥനെ ഇറക്കി കോൺഗ്രസ് മണ്ഡലത്തിൽ ശക്തമായ സാന്നിധ്യമാവാമെന്നുള്ള പ്രതീക്ഷയിലാണ്. 2021 തെരഞ്ഞെടുപ്പിൽ V ശിവൻകുട്ടി നേടിയത് 55,837 വോട്ട്. അന്ന് BJPയുടെ കുമ്മനം രാജശേഖരനെയാണ് പരാജയപ്പെടുത്തിയത്. അദ്ദേഹം നേടിയത് 51,888 വോട്ട്. കോൺഗ്രസിന്റെ K മുരളീധരനായിരുന്നു സ്ഥാനാർത്ഥി. 36,524 വോട്ട് അദ്ദേഹം നേടി. അപ്പോൾ കഴിഞ്ഞ തവണത്തെ CPM സ്ഥാനാർത്ഥിയായ V ശിവൻകുട്ടിയുടെ ഭൂരിപക്ഷം 3,949 വോട്ട്. 2016 എത്തുമ്പോൾ O രാജഗോപാൽ ആദ്യമായി BJPക്ക് മണ്ഡലം കൊടുത്ത മണ്ഡലം. അന്ന് O രാജഗോപാലിന് കിട്ടിയ ഭൂരിപക്ഷം ശിവൻകുട്ടിയെ പരാജയപ്പെടുത്തിയത് 8,671 വോട്ടിനാണ്. അപ്പോൾ അന്നത്തെ UDF സ്ഥാനാർത്ഥിയുടെ JDUക്ക് വേണ്ടി സുരേന്ദ്രൻ പിള്ളയാണ് മത്സരിച്ചത്. 13,860 വോട്ട് മാത്രമാണ് അദ്ദേഹത്തിന് നേടിയത്. അതാണ് കഴിഞ്ഞ തവണ മുരളീധരൻ 36,000 മാറ്റുന്നത്. 2011 തെരഞ്ഞെടുപ്പിൽ V ശിവൻകുട്ടി രാജഗോപാലിനെ പരാജയപ്പെടുത്തിയത് 6,000 ചില്ലാനം വോട്ടിനാണ്. അപ്പോൾ 2011 CPMന്റെ കൂടെ നിന്നു, 16-ൽ BJPയുടെ കൂടെ നിന്നു, 21 എത്തുമ്പോൾ വീണ്ടും CPMന്റെ കൂടെ നിന്നു. നിലവിലുള്ള സാഹചര്യത്തിൽ വലിയ വിജയപ്രതീക്ഷയാണ് രാജീവ് ചന്ദ്രശേഖർ പ്രതീക്ഷിക്കുന്നത്. വലിയ പണച്ചെലവൊക്കെ അദ്ദേഹം നടത്തി. പക്ഷേ ശിവൻകുട്ടിക്ക് നേരിയ മുൻതൂക്കം മണ്ഡലത്തിൽ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ശിവൻകുട്ടിക്ക് തന്നെയാണ് സാധ്യതകൾ ഉള്ളത്. അരുവിക്കര മണ്ഡലം VS ശിവകുമാറാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി. G സ്റ്റീഫൻ CPMന് വേണ്ടി, BJPക്ക് വേണ്ടി വിവേക് കോപ്പൻ. 2021 തെരഞ്ഞെടുപ്പിൽ G സ്റ്റീഫൻ നേടിയത് 66,776 വോട്ട്. അന്ന് കോൺഗ്രസിന്റെ KS ശബരിനാഥൻ നേടിയത് 61,730 വോട്ട്. BJPക്ക് 15,000 വോട്ട് മാത്രമുള്ള മണ്ഡലം. അപ്പോൾ കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം 5,046 വോട്ടിനാണ് CPM സ്ഥാനാർത്ഥി സ്റ്റീഫൻ വിജയിക്കുന്നത്. 2016 തെരഞ്ഞെടുപ്പിൽ KS ശബരിനാഥൻ വിജയിച്ച മണ്ഡലം. അന്ന് ശബരിനാഥന്റെ ഭൂരിപക്ഷം 21,000 ചില്ലാനമായിരുന്നു. അതാണ് 21-ൽ അട്ടിമറിഞ്ഞത്. 2015 ബൈ ഇലക്ഷൻ ഉണ്ടായിരുന്നു. അന്ന് KS ശബരിനാഥൻ ആണ് മണ്ഡലത്തിൽ വിജയിച്ചത് ആദ്യമായിട്ട്. അന്ന് 10,000 ചില്ലാനമായിരുന്നു ശബരിനാഥന്റെ ഭൂരിപക്ഷം. 2011 G കാർത്തികേയൻ അവസാനമായി വിജയിച്ച മണ്ഡലമായിരുന്നു. അന്ന് അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം 10,000 ചില്ലാനമായിരുന്നു. അപ്പോൾ 11-ൽ കോൺഗ്രസിന്റെ കൂടെ, 15-ലെ ബൈ ഇലക്ഷനിൽ വീണ്ടും കോൺഗ്രസ്, 16-ലേക്ക് എത്തുമ്പോൾ കോൺഗ്രസ് തന്നെ നിലനിർത്തുന്നു. പക്ഷേ 21-ലേക്ക് എത്തുമ്പോൾ ചിത്രം മാറുന്നു. CPM മണ്ഡലം ആദ്യമായി തിരിച്ചു പിടിക്കുന്നു. നിലവിലുള്ള സാഹചര്യത്തിലും വളരെ ശക്തമായ മത്സരമാണ് നടന്നിട്ടുള്ളത് എന്നതാണ് വ്യക്തമാവുന്നത്. പക്ഷേ ശിവകുമാറിന് മണ്ഡലം പിടിച്ചെടുക്കാൻ വീണ്ടും കഴിയുമോ എന്നുള്ള വളരെ പ്രസക്തമായ ചോദ്യമുണ്ട്. എങ്കിലും വലിയ വിജയപ്രതീക്ഷയാണ് UDF വെച്ചു പുലർത്തുന്നത്. ഇനി പാറശാല മണ്ഡലത്തെക്കുറിച്ചാണ്. നെയ്യാറ്റിൻകര സനലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി.
CPM-ന് വേണ്ടി CK ഹരീന്ദ്രൻ, BJP-ക്ക് വേണ്ടി NDA-ക്ക് വേണ്ടി അഡ്വക്കേറ്റ് ഗിരീഷ് നെയ്യാർ. 2021 തെരഞ്ഞെടുപ്പിൽ CK ഹരീന്ദ്രൻ നേടിയത് 78,548 വോട്ടാണ്. അന്ന് അൻസാജിദ റുസലിനെയാണ് പരാജയപ്പെടുത്തിയത്. കോൺഗ്രസിന്റെ 52,720 വോട്ട് നേടി 25,000-ൽ പരം ഭൂരിപക്ഷത്തിനാണ് CPM-ന്റെ CK ഹരീന്ദ്രൻ വിജയിക്കുന്നത്. ഇത്തവണയും CK ഹരീന്ദ്രൻ തന്നെയാണ് CPM സ്ഥാനാർത്ഥിയും. അപ്പോൾ കഴിഞ്ഞ തവണ BJP-ക്ക് 30,000-നടുത്ത് വോട്ട് കിട്ടിയ മണ്ഡലമാണ്. അത് ഇത്തവണ എന്താകുമെന്ന് കണ്ടറിയേണ്ട കാര്യമാണ്. 2016 തെരഞ്ഞെടുപ്പിൽ CK ഹരീന്ദ്രൻ വിജയിക്കുന്നത് 18,566 വോട്ടിനാണ്. 2011 AT ജോർജ് കോൺഗ്രസിന് വേണ്ടി വിജയിച്ച മണ്ഡലമാണ്. അന്ന് കേവലം 505 വോട്ടിനാണ് കോൺഗ്രസ് ചരിത്ര വിജയം നേടിയത്. അപ്പോൾ 2011 കോൺഗ്രസിന്റെ കൂടെ 16-ലും 21-ലും CPM മണ്ഡലം തിരിച്ചു പിടിക്കുന്നു. ഇത്തവണയും വലിയ സാധ്യതകൾ CPM-ന് മുമ്പിലുള്ള മണ്ഡലം തന്നെയാണ് പാറശാല എന്ന് പറയേണ്ടി വരും. കാട്ടാക്കട മണ്ഡലത്തെക്കുറിച്ചാണ്. IB സതീഷ് ആണ് CPM സ്ഥാനാർത്ഥി, സിറ്റിംഗ് MLA ആണ്. കോൺഗ്രസിന് വേണ്ടി MR ബൈജു, BJP-ക്ക് വേണ്ടി PK കൃഷ്ണദാസ്. 2021 തെരഞ്ഞെടുപ്പിൽ IB സതീഷ് നേടിയത് 66,293 വോട്ടാണ്. അന്ന് മലയൻകീഴു വേണുഗോപാൽ കോൺഗ്രസിന് വേണ്ടി രണ്ടാം സ്ഥാനത്തെത്തി 43,062 വോട്ട്. BJP-ക്ക് 34,000 ചില്ലാനം വോട്ടും ലഭിച്ച മണ്ഡലമാണ്. കഴിഞ്ഞ തവണ CPM സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം 23,231 വോട്ടിൻ്റെതാണ്. 2016-ലും IB സതീഷ് തന്നെയാണ് വിജയിച്ചത്. അന്നത്തെ ഭൂരിപക്ഷം എന്നുള്ളത് 849 വോട്ടാണ്. ഇഞ്ചോടിഞ്ച് മത്സരമാണ് അന്ന് N ശക്തൻ നടത്തിയത്. 2011 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയിച്ച മണ്ഡലമാണ് N ശക്തനിലൂടെ. അന്ന് ശക്തന്റെ ഭൂരിപക്ഷം 12,916. അപ്പോൾ 11-ൽ കോൺഗ്രസിന്റെ കൂടെ, 16-ൽ ഇഞ്ചോടിഞ്ച് മത്സരത്തിൽ CPM-ന്റെ കൂടെ, 21-ൽ CPM-ന് വലിയ ഭൂരിപക്ഷവും മണ്ഡലം കൊടുത്തു. 26-ലേക്ക് എത്തുമ്പോൾ എന്താവുമെന്നുള്ള ചോദ്യങ്ങൾക്ക് വളരെ പ്രസക്തിയുള്ള ഒരു സാഹചര്യത്തിൽ CPM-ന് വ്യക്തമായ മേൽക്കോയ്മ മണ്ഡലത്തിൽ ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. കോവളം മണ്ഡലത്തെക്കുറിച്ചാണ്. UDF-ന്റെ സിറ്റിംഗ് മണ്ഡലമാണ്. M വിൻസെന്റ് സിറ്റിംഗ് MLA തന്നെയാണ് സ്ഥാനാർത്ഥി. LDF-ന് വേണ്ടി വഗത്ത് റുഫൂസ്, BJP-ക്ക് വേണ്ടി TN സുരേഷ്. 2021 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വേണ്ടി M വിൻസെന്റ് നേടിയത് 74,668 വോട്ട്. അന്ന് JDS രണ്ടാം സ്ഥാനത്തെത്തി. നീല ലോഹിതദാസ് നടാർ 63,306 വോട്ടാണ് നേടിയത്. വിഷ്ണുപുരം ചന്ദ്രശേഖരൻ 18,664 വോട്ടും അന്ന് നേടിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ തവണ വിൻസെന്റ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം 11,562. 2016-ൽ വിൻസെന്റിന്റെ ഭൂരിപക്ഷം, വിൻസെന്റ് തന്നെ വിജയിച്ച മണ്ഡലം, ജമീല പ്രകാശത്തെ പരാജയപ്പെടുത്തിയത് 2,615 വോട്ടിനാണ്. 2011-ൽ ജമീല പ്രകാശം JDS-ന് വേണ്ടി വിജയിച്ച മണ്ഡലമാണ്. അന്ന് ജമീല പ്രകാശം വിജയിച്ചത് 7,205 വോട്ടിനാണ്. അന്ന് കോൺഗ്രസിനെയാണ് പരാജയപ്പെടുത്തിയത്. പക്ഷേ ഇത്തവണ വിൻസെന്റ് വീണ്ടും സ്ഥാനാർത്ഥിയാവുമ്പോൾ ഇത്തവണ LDF-ന് തിരിച്ചു പിടിക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യത്തിന് അത് അല്പം ബുദ്ധിമുട്ടാണ് എന്ന് തന്നെ പറയേണ്ടി വരും. നെയ്യാറ്റിൻകര മണ്ഡലത്തെക്കുറിച്ചാണ്. N ശക്തൻ കോൺഗ്രസിന് വേണ്ടി, CPM-ന് വേണ്ടി K അൻസലൻ, NDA-ക്ക് വേണ്ടി രാജശേഖരൻ നായർ. 2021 തെരഞ്ഞെടുപ്പിൽ K അൻസലൻ CPM-ന് വേണ്ടി നേടിയത് 65,497 വോട്ടാണ്. അന്ന് കോൺഗ്രസിന്റെ R സെൽവരാജ് നേടിയത് 51,235 വോട്ട്. BJP-യുടെ വോട്ട് 21,000 ചില്ലാണ്. അപ്പോൾ കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം 14,642 വോട്ടിൻ്റെതാണ്. 2016-ൽ K അൻസലൻ CPM-ന് വേണ്ടി മണ്ഡലത്തിൽ വിജയിച്ചത് 9,000 അഥവാ 10,000-നടുത്ത് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ്. 2012-ലെ ബൈ ഇലക്ഷനിൽ കോൺഗ്രസ് വിജയിച്ച മണ്ഡലം, അന്ന് സെൽവരാജ് തന്നെയാണ് CPM-ൽ നിന്നും കോൺഗ്രസിലെത്തിയ സെൽവരാജ് വിജയിച്ചത് 6,334 വോട്ടിനാണ്. 2011-ൽ അതേ സെൽവരാജ് CPM-ന് വേണ്ടി വിജയിച്ച മണ്ഡലവുമാണ്. അപ്പോൾ 16-ലും 21-ലെയും തെരഞ്ഞെടുപ്പ് നോക്കുമ്പോൾ CPM-ന് മേധാവിത്വമുള്ള മണ്ഡലം തന്നെയാണ്. പക്ഷെ കഴിഞ്ഞ തവണ 14,000 ചില്ലാനം വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടിയപ്പോൾ 2016-ൽ അത് കേവലം 10,000-ന് അടുത്ത് വോട്ടിൻ്റെത് മാത്രമായിരുന്നു. എങ്കിലും ഇത്തവണയും CPM-ന് തന്നെയാണ് മുൻതൂക്കം. N ശക്തൻ എന്ന കോൺഗ്രസിൻ്റെ സമുന്നത നേതാവിനെ ഇറക്കിയിട്ടുണ്ടെങ്കിലും അതിശക്തമായ മത്സരം നടക്കുമെങ്കിലും CPM-ന് മുൻതൂക്കം എന്ന് തന്നെ ഉണ്ട് എന്ന് പറയേണ്ടി വരും. തിരുവനന്തപുരം ജില്ലയിലെ 14 മണ്ഡലങ്ങൾ പരിശോധിക്കുമ്പോൾ മത്സരങ്ങൾ ഇഞ്ചോടിഞ്ചാണ്. ചില മണ്ഡലങ്ങളിൽ LDF-ന് വ്യക്തമായ മേൽക്കോയ്മയുണ്ട്.
ചില മണ്ഡലങ്ങളിൽ UDFനും മേൽക്കോയ്മയുണ്ട്, BJPക്കും അത്യാവശ്യം നല്ല വോട്ടുള്ള മണ്ഡലമാണ്. അങ്ങനെ നോക്കുമ്പോൾ പരസ്പരമുള്ള ഇഞ്ചോടിഞ്ച് മത്സരമാണ്. പക്ഷേ LDFന്റെ കയ്യിലുള്ള ഇത്രയോളം സീറ്റുകൾ തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞാൽ മാത്രമാണ് സംസ്ഥാന ഭരണത്തിൽ തിരിച്ചു വരാനുള്ള UDF സാധ്യതകൾക്ക് എന്തെങ്കിലും സാധ്യതകൾ ഉള്ളത്. തിരുവനന്തപുരം ജില്ലയിലെ നിലവിലുള്ള തെരഞ്ഞെടുക്കപ്പെട്ട LDF MLA മാരുടെ പെർഫോമൻസ് പരിശോധിക്കുമ്പോൾ, ഗ്രൗണ്ട് റിയാലിറ്റികൾ പരിശോധിക്കുമ്പോൾ അതിൽ നിന്നും ശക്തമായ ഭരണവിരുദ്ധ വികാരം ഉണ്ടായില്ലെങ്കിൽ തിരുവനന്തപുരം ജില്ല കൂടുതൽ സീറ്റുകളും LDFന് തന്നെ കിട്ടാനാണ് സാധ്യത. UDF ചില സീറ്റുകൾ പിടിച്ചെടുക്കാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ അവർക്ക് ലഭിച്ച സീറ്റുകൾ തിരിച്ചു പിടിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ എങ്കിൽ പോലും വ്യക്തമായ മേൽക്കോയ്മ തിരുവനന്തപുരത്തും LDFനാണ് എന്ന് തന്നെ പറയേണ്ടി വരും. എങ്കിലും കെ മുരളീധരനെ പോലെയുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ കഴിഞ്ഞ കുറേ സമയങ്ങളായി പ്രവർത്തിക്കുന്ന ഒരു ജില്ല എന്നുള്ള നിലക്ക് UDF വലിയ തിരിച്ചുവരവാണ് പ്രതീക്ഷിക്കുന്നത്. 14 മണ്ഡലങ്ങൾ പരിശോധിക്കുമ്പോൾ BJPക്ക് ഒരു മണ്ഡലത്തിൽ വിജയിക്കാൻ സാധിച്ചാൽ പോലും 13 മണ്ഡലങ്ങൾ എന്നുള്ളത് അതിൽ ഒരു ഭൂരിഭാഗം മണ്ഡലങ്ങളും LDFന്റെ കൂടെ നിൽക്കാൻ തന്നെയാണ് സാധ്യതകൾ.